ജാൻവിയുടെയും മുന്നാബായിയുടെയും റേഡിയോ ഷോ വളരെയധികം ഫേമസ് ആയിക്കൊണ്ടേയിരുന്നു. റേഡിയോ ഷോയിൽ മുന്നാബായിയുടെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നത് ഗാന്ധിജിയുടെ ആത്മാവ് പറയുന്നത് അനുസരിച്ചായിരുന്നു. മറുഭാഗത്ത് ജാൻവിയുടെ വീട് തിരിച്ചു കിട്ടാൻ വേണ്ടി ലക്കി സിംഗിന്റെ വീടിന് മുന്നിൽ താമസിച്ചു കൊണ്ടുള്ള സമരവും തുടർന്നുകൊണ്ടേയിരുന്നു. മുന്നാബായിയുടെയും ജാൻവിയുടെയും റേഡിയോ ഷോ കേൾക്കുന്ന ലക്കി സിംഗിന്റെ മകളുടെ ഭാവി അമ്മായിയപ്പനായ ഖുറേഷി ലക്കി സിംഗിന്റെ അടുത്ത് വിളിച്ചു ചോദിക്കുന്നുണ്ട്, ജാൻവിയുടെ വീട് നിങ്ങൾ സ്വന്തമാക്കിയത് നിയമപരമായിട്ട് തന്നെയല്ലേ എന്ന്. ലക്കി സിംഗ് കള്ളത്തനം പറയുന്നു. എല്ലാം നിയമപരമായിട്ട് തന്നെയാണ് സ്വന്തമാക്കിയത്. ഈ ലക്കി സിംഗിന്റെ മകളുടെ ഭാവി അമ്മായിയപ്പനായ ഖുറേഷി ഒരു കടുത്ത അന്ധവിശ്വാസിയായിരുന്നു. ഇയാളാണെങ്കിലോ ബെഡു എന്ന് പറയുന്ന ഒരു ജോത്സ്യൻ പറയുന്നത് മുഴുവൻ വിശ്വസിക്കുകയും അതുപോലെ അനുസരിക്കുകയും ചെയ്തിരുന്നു. ഈ ബെഡു ആണ് ഖുറേഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ജാൻവിയുടെ വീട് സ്വന്തമാക്കുകയാണെങ്കിൽ ഖുറേഷിക്ക് ബിസിനസ്സിൽ ഇനിയും ഒരുപാട് വളരുവാൻ കഴിയുമെന്ന്. ഇങ്ങനെയാണ് ഖുറേഷി ആ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും തൻ്റെ മകളുടെ ഭാവി അമ്മായിയപ്പന് ആ വീട് കൊടുത്ത് സന്തോഷിപ്പിക്കാൻ ലക്കി സിംഗ് തീരുമാനിക്കുന്നതും.